സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്തസാക്ഷിയോട് കാണിക്കാവുന്ന പരമാവധിയിൽ കവിഞ്ഞിട്ടുള്ള വഞ്ചനയാണ്. പാർട്ടി കോമ്രേഡ്സിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. കാരണം ഒന്നോ രണ്ടോ പേര് കട്ട കാര്യമല്ല പറയുന്നത്, കട്ടതറിഞ്ഞിട്ടും ധൻരാജിനെ പോലെ ഇത്രയും പാർട്ടിക്കാരായ CPIമാരുടെ ഹൃദയവികാരത്തിൻ്റെ ഭാഗമായ ഒരു മനുഷ്യൻ്റെ ചോര വിറ്റുണ്ടാക്കിയ പൈസ അടിച്ചു മാറ്റി 2-3 പേർ കൂടി എന്നത് അറിഞ്ഞിട്ട് നിശബ്ദത പാലിച്ച സംസ്ഥാന നേതാക്കളുണ്ടെങ്കിൽ അവർ ഈ ഫണ്ട് വെട്ടിപ്പിൽ പങ്കാളികളാണ്. പങ്കാളിച്ച അവർ പൈസ അവർക്ക് കിട്ടിയെന്നുള്ളതല്ല. രക്തസാക്ഷി കുടുംബത്തെ വഞ്ചിച്ച അവർ 2 പേരെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാർട്ടി ലീഡർഷിപ്പിന് ഉത്തരവാദിത്തം പറയേണ്ട കേസാണ്. അതല്ലാതെ 2 പേരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് CPM ഇത് ഗുരുതരമായ പ്രശ്നത്തിന് നടുവിലാണെന്നാണ് എൻ്റെ പൊസിഷൻ. പ്രത്യേകിച്ച് അവർ നിയമസഭാ തെളിവിലേക്ക് പോകാൻ നിൽക്കെ ആ പാർട്ടി നോക്കും. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ വയനാട്ടിലെ ഫണ്ട് വെട്ടിച്ചു എന്ന് ഇവർ പറഞ്ഞു നടക്കാണല്ലോ. ഇനി അവർക്കിത് പറയാൻ പറ്റുമോ? ഇനി പറഞ്ഞ അടുത്ത ചോദ്യം, രക്തസാക്ഷിയുടെ ഫണ്ട് വെട്ടിച്ച അത്രയും അധമ പ്രവർത്തനം നടത്തിയ ആൾക്കാരെല്ലാം തിരിച്ചു വയ്ക്കും. അതുകൊണ്ട് അതിൽ വിശദീകരിക്കാൻ CPM ബാധ്യതയുണ്ട്, വ്യക്തത വരുത്താൻ ബാധ്യതയുണ്ട്, അതിനകത്ത് കർശനമായ നടപടിയെടുത്തു പോകാൻ ബാധ്യതയുണ്ട്. അല്ലാതെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ അടച്ചുറപ്പുള്ള കൂട്, ഇരുമ്പ് മതിൽ, അതിനകത്തുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയനൊന്നും അല്ല എന്ന് CPM മനസ്സിലാക്കിയാൽ കൊള്ളാം.